മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും ലോകത്തോട് വന്നിട്ട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം ഒന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരും ലോകത്ത് വന്നിട്ട് പറഞ്ഞത് ഒരേ കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ ഇലാഹായ അല്ലാഹുവല്ലാതെ വേറൊരാളില്ല, അവനെയല്ലാതെ ആരാധിക്കപ്പെടാൻ പാടില്ല, അവനാണ് രക്ഷിതാവ്, അവനാണ് ഈ ലോകത്തിന്റെ നിയന്താവ് എന്നുള്ള ആ വിശ്വാസത്തിലേക്കായിരുന്നു ജനങ്ങളെ എല്ലാ നബിമാരും വിളിച്ചത്. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും പ്രവാചകർ തങ്ങളുടെ കാലശേഷവും സഹാബത്താണ് പിന്നെ ആ ദൗത്യം ഏറ്റെടുത്തത്. പ്രവാചകരുടെ അനുയായികളാകുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായി നബി തങ്ങളെ ഓരം പറ്റി അവിടുത്തെ നിഴലായി, താങ്ങായി, തണലായി, തുണയായി ജീവിച്ച സഹാബത്ത്. പരിശുദ്ധമായ സൗണ്ട് കുറെ ഓവറായി. ഓപ്പറേറ്റർ ഓഡിയൻസിന്റെ സൗണ്ട് കുറച്ച് കുറക്കും. അപ്പുറത്ത് ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് റിട്ടേൺ അടിക്കും, അപ്പൊ ക്ലാരിറ്റി കുറയും ഓഡിയൻസിനാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ഓപ്പറേറ്ററിനും ഞങ്ങളെ ലൈവിന്റെ അഹ്ലുകാർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിനെ മാനേജ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ബിൽഡിങ്ങിന്റെ ഉള്ളിലാകുമ്പോ റിട്ടേൺ എന്താ പറയാ, റിയാക്ഷൻ, പ്രതിധ്വനി ഉണ്ടാകും, അപ്പൊ പിന്നെ ഒരു ക്ലാരിറ്റി കുറയും. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്ത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? പിന്നെ ഇടി കണ്ണൂർ തന്നെ കേൾക്കണമെന്നില്ല, നമുക്ക് കൂടിയവർക്ക് കേട്ടെങ്കിൽ മയ്യാവല്ലോ. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുന്തം, ഈ ലൈവ്. നമുക്ക് കേൾക്കാൻ ഇത് ധാരാളം. അല്ലാഹു കബൂലാക്കട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത ശൈലി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും മുസ്തഫായ നബി തങ്ങളുടെ തിരുസുന്നത്തും അതേപോലെ ഒപ്പിയെടുത്ത് കോപ്പിയടിച്ച് അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തവരാണ്, പറഞ്ഞു കൊടുത്തവരാണ്, പ്രചരണം നടത്തിയവരാണ് സഹാബത്തുൽ കിറാം. മുസ്തഫായ നബി തങ്ങളെ കണ്ടു വിശ്വസിച്ച മഹാന്മാർ, നബി തങ്ങളെ എല്ലാം കൊണ്ടും അനുധാവനം ചെയ്ത മഹാന്മാർ, അല്ലാഹു തആല പൊരുത്തപ്പെട്ടവരാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു പറയപ്പെട്ട മഹാന്മാർ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മുൻഗാമികളായ സ്ഥിരരായ സുഹൃതരായ അൻസാരികളും മുഹാജിരികളുമാകുന്ന സഹാബത്ത്, അവരിലൂടെയാണ് പിന്നെ ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത്. സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് പിന്നെ ഇമാമിങ്ങളെ കാലം, താബിഈങ്ങളെ കാലം, തബഊ താബിഈങ്ങളെ കാലം. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അതേ കാലത്ത് ഹിജ്റ 5-ാം നൂറ്റാണ്ട്, ഹിജ്റ 5 എന്ന് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 5 വർഷം കഴിഞ്ഞ് മക്കയിൽ നിന്ന് ഹിജ്റ പോയത് 53-ാമത്തെ വയസ്സിലാണ്. പ്ലസ് 5, അപ്പൊ 58 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 58 വയസ്സുകാരനായി മദീന മണ്ണിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈ മലയാളക്കരയിലേക്ക് ദീനിന്റെ പ്രബോധനവുമായി, ഈ സത്യദീനിന്റെ പ്രചാരണവുമായി, അള്ളാഹുവിലേക്കുള്ള വിളിയാളവുമായി സഹാബത്ത് കടന്നു വന്നു. നബി തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അടങ്ങുന്ന സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തല്ലേ ദീനുൽ ഇസ്ലാമുമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പ്രചരണം കാരണമാണ്, അവരുടെ പ്രബോധനം കാരണമാണ്, അവരുടെ നിസ്തുല്യമായ സേവനം കാരണമാണ് ഇവിടെ പിന്നെ ദീനുൽ ഇസ്ലാം വ്യാപിക്കുന്നത്, പള്ളികൾ ഉണ്ടാകുന്നത്, മദ്രസകൾ ഉണ്ടാക്കപ്പെടുന്നത്. ഞങ്ങളെ മംഗലാപുരത്ത് വലിയ പള്ളി വരെ, ബന്ദറിലുള്ള സീനത്ത് ബക്ഷി എന്ന് പിന്നീട് ടിപ്പു സുൽത്താന് പേര് വെച്ചിട്ടുള്ള ആ പള്ളി, അതിന്റെ പുനരുദ്ധാരണവും അതിന്റെ പിന്നീടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ടിപ്പു സുൽത്താനും അതുപോലെയുള്ള രാജാക്കന്മാരും പിന്നെയുള്ള കമ്മിറ്റിക്കാരും നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ബുണാദിയിട്ടത്, അതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പള്ളി, അവിടുത്തെ പശ്ചാത്തതിന്റെ മൂളപള്ളി മഹാന്മാരായ സഹാബത്ത് പണിതതാണ്. അന്ന് തന്നെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. ഈ മംഗലാപുരത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ട് സഹാബത്തുൽ കിറാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, സഹാബത്തുൽ കിറാം ജനങ്ങളിലേക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലുണ്ട്. നബി തങ്ങൾ വഫാത്തായിട്ടില്ല. ഹബീബായ നബി തങ്ങളെ കാലത്ത് നബി തങ്ങളെ സഹാബത്ത് കണ്ടുപിടിച്ചവരാണ്. നബി തങ്ങളിൽ നിന്നിട്ട് ദീന് നേരിട്ട് മനസ്സിലാക്കിയവരാണ്. നബി തങ്ങളിൽ നിന്നിട്ട് ആരാധനകളും കർമ്മങ്ങളും അതുപോലെ തന്നെ ദീനിന്റെ എല്ലാ നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയവരാണ് സഹാബത്ത്. അവർ പിന്നെ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവേല, അവർ റൂട്ട് മാറേല, അവർ തെറ്റിയിട്ട് പോവേല, അവർ ദാരി തപ്പിയിട്ട് പോവേല, അവർ പുതിയതൊന്നും ചേർക്കേല, അവർ പഴയതൊന്നും കളയൂല. അവർ ആ ഉള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു.
അങ്ങനെ പിന്നീട് സഹാബികളെ കാലം കഴിഞ്ഞ് അവരെ കണ്ട താബീങ്ങളെ കാലം കഴിഞ്ഞ് അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ ഇമാമീങ്ങളെ കാലം കഴിഞ്ഞ് പിന്നീട് കേളികേട്ട മഹാന്മാരായ സാദാത്യങ്ങൾ തങ്ങന്മാർ അങ്ങനെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ അതവിടുന്ന് ഊരിക്കോ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മനസ്സിലാക്കിയ സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് പിന്നെ അവരിൽ നിന്നിട്ട് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളും കർമ്മങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അതേപോലെ പഠിച്ചെടുത്ത ഇമാമിങ്ങൾ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ തബൂ താബീങ്ങൾ ലോകം കണ്ട വലിയവരായ ഇമാമിങ്ങൾ ഇമാമുന ഷാഫി തങ്ങളെ പോലെ ഇമാം നബവി തങ്ങളെ പോലെ അങ്ങനെയുള്ള ഇമാമിങ്ങൾ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ദീനിന്റെ പ്രബോധനവുമായി ചെന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദീനുൽ ഇസ്ലാമിനെ എത്തിച്ച ഔലിയാക്കന്മാർക്ക് അതിൽ വലിയ സാന്നിധ്യമുണ്ട്. മഹാനരായ അജ്മീർ ഖാജാ തങ്ങളെ പോലെ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ വന്ന മഹാനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കാലക്കാരനാണ്. മഹാനരായ ഇന്ത്യയുടെ സുൽത്താനായി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാരത മണ്ണിലേക്ക് പറഞ്ഞയച്ച അജ്മീർ ഖാജാ തങ്ങളെ മഹാനരുടെ കറാമത്ത് കണ്ടിട്ട് 80,000 പരം വരുന്ന ജനങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒറ്റ ദിവസം കൊണ്ട്. അത്രമാത്രമല്ല, ഇത് ഒരു ദിവസം ഇസ്ലാമിലേക്ക് വന്നവരുടെ കണക്കാ പറഞ്ഞ്. മഹാനരുടെ അനാസാഗർ താലാബുമായി ബന്ധപ്പെട്ട് ആ കുളവുമായി ബന്ധപ്പെട്ടുള്ള ആ വിശ്വപ്രസിദ്ധമായ കറാമത്ത് കണ്ട് 80,000 പരം വരുന്ന ജനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സത്യപാതയിലേക്ക് കടന്നു വന്നു. അങ്ങനെ സഹാബത്തും താബീങ്ങളും ഔലിയാക്കന്മാരും കാലം കണ്ട വലിയവരായ ഇമാമീങ്ങളും പണ്ഡിതന്മാരും എല്ലാവരും ദീനിന്റെ പ്രബോധനവുമായി കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആചാരങ്ങളിൽ വ്യത്യാസമില്ല, കർമ്മങ്ങളിൽ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരേ നിലപാട്, എല്ലാവർക്കും ഒരേ ആചാരങ്ങള്, എല്ലാവർക്കും ഒരേ ആശയങ്ങള്, ആരുടെ അടുത്തും ഏറ്റ വ്യത്യാസമില്ല. 1100 1400 ഏകദേശം 1100 കൊല്ലം വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, ഏറ്റ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, കർമ്മങ്ങളിലാകട്ടെ ആചാരങ്ങളിലാകട്ടെ ഏതൊരു സംഗതിയിലാകട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ കടന്നുപോയി. ഇവിടെ അതിന്റെ ചന്തത്തിൽ നല്ല നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളതാ ഇസ്ലാമിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇല്ലാത്ത നാടുകളിൽ പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദീപം തെളിഞ്ഞു വന്നു. ജനങ്ങളതാ ഈ സത്യദീനിലേക്ക് കടന്നു വന്നു. അങ്ങനെ അതാ വർഷങ്ങൾ കുറെ കഴിഞ്ഞ് ഏകദേശം 100-150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ചില പുത്തൻവാദികൾ രംഗപ്രവേശനം നടത്തി. പുതിയ വിഷയങ്ങളുമായി, പുത്തൻ ആചാരങ്ങളുമായി, നൂതനവാദങ്ങളുമായി വിദാത്തിന്റെ കക്ഷികൾ ഇവിടെ രംഗത്ത് വന്നു. മാത്രമല്ല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്തെ നിഷേധിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പ്രവാചകത്തെ പരിസമാപ്തി നിഷേധിച്ചുകൊണ്ട് ചില കള്ള പ്രവാചകന്മാർ ഇവിടെ രംഗത്ത് വരാൻ തുടങ്ങി. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനിയെ പോലെ കള്ള തരീഖത്തുകാർ വ്യാപകമായി വരാൻ തുടങ്ങി. കള്ള ശൈഖുമാർ ജനങ്ങളെ പിഴിയാനും അവരെ ഈമാൻ തെറ്റിക്കാനും തുടങ്ങി. പുത്തനുവാദികൾ വന്നിട്ട് ഇവിടെ പാരമ്പര്യ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ മനോഹരമായ ആ നയനിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ യഥാ നൂതനവാദങ്ങളും പുത്തനുവാദങ്ങളും കള്ള പ്രവാചകന്മാരും കള്ള ശൈഖുമാരും തീവ്രവാദികളും ഭീകരവാദികളും രംഗപ്രവേശനം ചെയ്യുന്ന സമയത്താണ് മഹാനരായ ഖുതുബുസ്സമാൻ വരക്കൽ ബാലവേ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഈ മഹത്തായ ഇലാഹി പ്രസ്ഥാനത്തിന് 1 നൂറ്റാണ്ട് കാലം മുന്നേ ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. സമസ്ത ഉണ്ടാക്കപ്പെട്ടത് ഭൗതികമായ കാര്യലാഭത്തിനല്ല, ഭൗതികമായ കാര്യങ്ങൾ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഭരണാധികാരികളിൽ നിന്നിട്ട് എന്തെങ്കിലും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല, അതല്ലെങ്കിൽ പഞ്ചായത്തിലോ ഇലക്ഷനിലോ MLA ക്കോ MP ക്കോ നിന്നിട്ട്
വോട്ട് ജയിച്ചിട്ട് ജയിക്കണം തോക്കണം എന്നർത്ഥത്തിലുമല്ല, മറിച്ച് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഈ മഹിതമായ പ്രസ്ഥാനം കാലങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ ദീന് അതുപോലെ നിലനിന്ന് കാണാനാണ്. ജനങ്ങളുടെ ഈമാനിന് ഏറ്റ വ്യത്യാസം വരാതെ, ജനങ്ങളുടെ കർമ്മങ്ങൾക്ക് ഏറ്റ വ്യത്യാസം വരാതെ, ജനങ്ങളതാ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാതെ മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ചതേ വഴിയിലായി, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതേ റൂട്ടിലായി നിലനിന്ന് പോരാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഈമാനിന്റെ കോട്ടയായി, അവരെ ഈമാനിനെ സംരക്ഷിക്കുന്ന ഒരു ഭദ്രബുണാദിയായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. 1926 ജൂൺ മാസം 26-ന് ഔദ്യോഗികമായി റിക്കാർഡിക്കളായി ലീഗലായി 1926 ജൂൺ തിങ്കളെ 26 അന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനരായ ഖുതുബുസ്സമാൻ സയ്യിദ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നിലവിൽ വരുന്നത്. ആരാണ് ബാലവി മുല്ലക്കോയ തങ്ങള്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആ മഹാനർ സർവാദരണീയരായിരുന്നു, സർവരാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം ചക്രവർത്തിന്റെ സലഹകാരനായിരുന്നു. മലയാളിയായ സമസ്തയുടെ സ്ഥാപക നേതാവായ മുല്ലക്കോയ തങ്ങള് ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം ചക്രവർത്തിയുടെ ഉപദേശകനായിരുന്നു. കണ്ണൂർ ആരക്കൽ രാജകുടുംബത്തിന്റെ ഉപദേശകനായിരുന്നു. മാത്രമല്ല, അന്നുള്ള ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ സമസ്ത രൂപീകരിക്കപ്പെട്ടോ 1 നൂറ്റാണ്ട് തികഞ്ഞു. ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലെ പാളിക്കയുള്ള ഒരു സംഘടന, ഇതുപോലെ ഭാവത്തരം വന്നൊരു സംഘടന, ഇതുപോലെ നൂറ്റാണ്ട് തികഞ്ഞ ഒരു സംഘടന, തികച്ച ഒരു സംഘടന ബഹുമാനപ്പെട്ട സമസ്തയല്ലാതെ മറ്റൊന്നു കാണാനില്ല. വേറെ ഒരാൾക്ക് കാട്ടിക്കാനും കഴിയില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാമായ അതിന്റെ സ്ഥാപകരായ ഫൗണ്ടറായ മഹാനരായ ഖുതുബുസ്സമാൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനാണ്. കറാമത്ത് കൊണ്ടറിയപ്പെട്ട മഹാനരാണ്, തികഞ്ഞ ആലിമാണ്. എല്ലാത്തിനേക്കാളുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലു ബൈത്ത് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കാരണവരാണ്. അവരുടെ അവരുടെ പ്രാപിതാക്കന്മാർ, അവരുടെ ബോബാജ്യമാർ യമനിൽ നിന്ന് വന്ന മഹാന്മാരാണ്, ഔലിയാക്കളാണ്. ആ മഹാനർ ബ്രിട്ടീഷുകാർ പോലും മഹാനരായ മുല്ലക്കോയ തങ്ങളെ അംഗീകരിച്ചു. ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിട്ട് മഹാനരായ മുല്ലക്കോയ തങ്ങളെ ആദരിച്ചു. അന്ന് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു അത്. ഇന്നിപ്പോ ഇരിക്കും എല്ലാവരും, ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നെന്തറിഞ്ഞ, ഒന്നാമത് ടൈമില്ല, സമയം ഭയങ്കര കുറവ്. അപ്പൊ പിന്നെ ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് ചെല്ലാൻ നേരെ ഒരു ഏറിയെങ്കിലും ഒരു 9:45 എനക്ക് പോവാ. പിന്നെ തങ്ങ വന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഞമ്മ പോകുന്ന ശരിയുമല്ല, പോവാൻ ടൈമോ. പിന്നെ തങ്ങളെ ആത്മീയ ഉപദേശവും തങ്ങളെ ദുആവും ഒരു 10-10 തീരണ്ടേ. പെർമിഷനും കാര്യം ഇഷ്യൂ എല്ലാം ഉണ്ട്. പിന്നെ ഒരു കുടുസായ സമയത്തിന്റെ ഉള്ളിൽ കുറെ നേരം പരത്തി പറയാൻ നമുക്ക് അവസരമില്ല. ഞാൻ ഇത് പറയുന്നതിനറിഞ്ഞ സമസ്ത എന്നതൊരു പാർട്ടിയാണ്, സമസ്ത എന്നതൊരു ഗ്രൂപ്പല്ല. മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ ഞങ്ങളിൽ കണ്ട പലരും ഉണ്ട്. ശംസുൽ ഉലമയെ മുല്ലക്കോയ തങ്ങളെ കണ്ടവർ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പോ, എന്നാലും ശംസുൽ ഉലമയെ കാണാത്തവർ ഉണ്ടാവില്ല. പല ഏരിയന്മാർക്കും ശംസുൽ ഉലമാനെ കണ്ടവരാ. മംഗലാപുരത്ത് വരെ, കേരളക്കട്ടയിൽ വരെ, കർണാടകയുടെ പല ഭാഗങ്ങളിൽ വരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് പണ്ഡിതന്മാർ പാടിപ്പറഞ്ഞ, പണ്ഡിതന്മാർ യോഗോപിച്ചു പറഞ്ഞ മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ മടോർ ഔലിയാനെ പോലെയുള്ള
ഔലിയാക്കന്മാരുടെ മഹാനരായ ഉസ്താദായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമ തങ്ങള് ഈ ലോകത്തോട് പച്ചക്ക് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അതൊരു പ്രസ്ഥാനമല്ല, അതൊരു സംഘടനയല്ല, അതൊരു പാർട്ടിയല്ല, അതൊരു ഗ്രൂപ്പല്ല, മറിച്ച് അത് പരിശുദ്ധമായ ദീനിന്റെ ശരിയായ രൂപമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നേരായ വഴിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്തക്ക് വേണ്ടി സേവനം ചെയ്യുക, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുക, അതിന്റെ ഖാദിമീങ്ങളാവുക, അതിന്റെ പ്രചാരകരാവുക എന്നത് ഞങ്ങളെ ഈമാനിന്റെ വർധനവിന്റെ ഭാഗമാണ്. അല്ലാതൊരു കുട്ടിക്കളിയല്ല, അല്ലാതെ അതൊരു തമാശക്കളിയല്ല, അല്ലാതെ പണിയില്ലാത്തവർക്ക് പണിയെന്ന് നിലക്കാക്കിയതല്ല. സമസ്തയുടെ സേവനം അത് ദീനിന്റെ സേവനമാണ്. അതുകൊണ്ടാ നിങ്ങളോട് പറയുന്നത്, സമസ്തയിലൂടെ ഞങ്ങൾ ജീവിച്ചു മരിക്കണം, സമസ്തയുടെ വഴിയിലായി ഞങ്ങൾ പ്രവർത്തിക്കണം, സമസ്ത പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ പാതയിലൂടെ ഞങ്ങൾ പോണോ, തെറ്റിപ്പോകരുത്. സമസ്ത ഇവിടെ നൂതനവാദം പറയുന്നില്ല, സമസ്ത ഇവിടെ ഭീകരവാദം പറയുന്നില്ല, സമസ്ത ഇവിടെ തീവ്രവാദം പറയുന്നില്ല. ഈ രാജ്യത്തിന്റെ എല്ലാ നിലക്കുള്ള സുരക്ഷിതത്തിനും ഐക്യത്തിനും സൗഹാർദ്ദത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ലംഘിക്കാതെ ശരിയായ ഒരു മുസ്ലിമായി മുഅ്മിനായി എങ്ങനെ ജീവിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഞങ്ങളോട് പറയുന്ന കാര്യം. അതുകൊണ്ട് ആ ശംസുൽ ഉലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞ സമസ്ത എന്നത് ദീനിന്റെ ശരിയായ രൂപമാണ്. അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങള് ഒരു നൂറ്റാണ്ട് മുന്നേ, ഇന്നല്ല ഇന്നലെയല്ല 10 അല്ല 20 അല്ല 50 കൊല്ലം മുന്നെയല്ല, ഒരു 100 കൊല്ലത്തോളമായില്ലേ സമസ്ത ഉണ്ടാക്കപ്പെട്ടിട്ട്. അന്ന് സമസ്ത രൂപീകരിക്കുമ്പോ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 വലിയ ഔലിയാക്കന്മാരുണ്ടായിരുന്നു. കിടാക്കളെല്ലാം ഉള്ളക്ക് നിങ്ങൾ കൊണ്ടുവരണമൊന്നുമില്ല, ജോറാക്കണ്ട. മക്കല്ലേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കും, നിങ്ങൾ കുറച്ച് എണക്കോ തന്നെ അമ്പരിപ്പമ്പരിപ്പാന്ന് ഏടന്ന് തുടങ്ങണോ, ഒരു മാക്കവലും മാബാദൊന്നും ഒരു താലൂക്ക് ഉണ്ടാകുന്നില്ല. കാരണം ഒന്നാമത് ഈ ടൈം, ഈ വയല് പറയുന്ന എന്നെ പോലത്തവർക്കെല്ലാം ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും പോകണം. കാരണം ഞങ്ങൾ ആമുഖം ഞാൻ ആമുഖം പോയിട്ടേ ഇല്ല. കാരണം ആമുഖം പോയിട്ട് ഈ മുഖത്തിന് ടൈമില്ല, പിന്നല്ല ആമുഖം. ഏതായാലും അൽഹംദുലില്ലാ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാർ. ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ കഴിയുമെങ്കിൽ ആ എല്ലാ ദിവസങ്ങളിലും സംബന്ധിക്കണോ. കുണിയയുടെ മണ്ണില് ലക്ഷോപങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം, അന്താരാഷ്ട്ര മഹാസമ്മേളനം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ജനസാഗരം, അറഫ സംഗമം കഴിഞ്ഞാൽ പിന്നൊരു വേള അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വരുന്ന സമ്മേളനമായിരിക്കും, സംശയമില്ല. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു അതിലൊരു കണ്ണിയാകാൻ നമുക്ക് എത്തിക്കട്ടെ. അവിടെയുള്ള മഹാന്മാരായ ആലിമീങ്ങളുടെ, ആരിഫീങ്ങളുടെ, ഔലിയാക്കളുടെ ദുആ കാമീൻ പറയാൻ അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തൗഫീഖ് നൽകട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കണോ. ഇനി സൗകര്യപ്പെടുന്നില്ല എന്ന് കണ്ടെങ്കിൽ അവസാനം ഞായറാഴ്ചന്റെ 8-ാം തീയതിക്ക് നടക്കുന്ന മഹാസമ്മേളനം ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാർ, ആലിമീങ്ങള്, ആരിഫീങ്ങള്, മുത്തഅല്ലിമീങ്ങള്, ലക്ഷോപലക്ഷം വരുന്ന നിങ്ങളെ പോലത്തെ നല്ലവരായ മുഅ്മിനീങ്ങള്, വിശ്വാസികള് പങ്കെടുക്കുന്ന ആ ഒരു മഹാസമ്മേളനം നിങ്ങൾക്ക് മിസ്സാവരുത്. അന്നുള്ള മഅരിബിന്റെ ജമാഅത്ത് അത് വല്ലാത്തൊരു ജമാഅത്തായിരിക്കും. ആ വല്ലാത്തൊരു മഅരിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കിട്ടുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് 1-2 തവണ മാത്രമായിരിക്കും. എന്നൊരു 200-ാം വാർഷികം ആഘോഷിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഗ്യാരണ്ടിയില്ല. പച്ച മനുഷ്യന്മാർ കാണുന്നില്ലേ, മാങ്ങന്റെ തൊട്ട് വീണിട്ട് താഴ് വീണ പോലെ നിന്നെടുത്ത് വലിച്ചിട്ട് പോകുന്നു. ഇപ്പൊ മുഞ്ഞാന്ന് കണ്ടില്ലേ നമ്മൾ ഈ ഭാഗത്തൊരു ഉസ്താദ് ഇല്ലേ, ഒരു മുഹമ്മദ് ഫാദിലി അൽ കാമിലി ഉസ്താദ് ഇല്ലേ, ചെറുപ്പക്കാരനാണ്, ബാല്യക്കാരനാണ്, കാണാൻ എങ്ങനെയുണ്ട് ആ മനുഷ്യൻ, നല്ല ആരോഗ്യല്ലേ. അള്ളാഹു അയാൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കട്ടെ, ഞങ്ങളെ മക്കളെ കാക്കട്ടെ. അവന്റെ പൊരുത്തത്തിലായി, അള്ളാഹു അവന്റെ താഴത്തിലായി, അള്ളാഹു അവന്റെ
ഇബാദത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലായി, ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖിദ്മത്തിലായി, മഹാന്മാരോടുള്ള മഹബ്ബത്തിലായി, സുഹബത്തിലായി, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ഈ സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാന്മാരെ കാലം കണ്ട ഔലിയാക്കളായിരുന്നു. ചില്ലറക്കാരല്ല, ഏതോ ലാട്ടുപോട്ട് മനുഷ്യന്മാരല്ല, ലഞ്ചപിച്ചമേങ്ങുന്ന ഏതോ മനുഷ്യന്മാരല്ല, അല്ലെങ്കിൽ വെറും തരികട രാഷ്ട്രീയക്കാരല്ല, അല്ലെങ്കിൽ ഏതോ മുനാഫിഖീങ്ങളല്ല. നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ, നിഷ്കപടരായ, ആരിഫീങ്ങളായ, ഔലിയാക്കളായ, കാലം കണ്ട ഏറ്റവും വലിയ മഹാന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്നുവരെ നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ബർക്കത്താണ് ഈ 100ാം വാർഷികം. ലോകത്ത് എത്ര സംഘടനയുണ്ട്? പണ്ട് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ചൊല്ലുന്നുണ്ടായിന് സമസ്തക്ക് ബദലായി. അതിന്റെ അഡ്രസ് നിങ്ങൾക്ക് അറിഞ്ഞേ? ഞാൻ ചെറ്റാമ്പല്ലേ കേട്ടെ? അല്ലേ അല്ലേ ഓരോ ഭാഷ ഇംഗ്ലീഷാ ഈ നാട്ടുകാരെ? അല്ല, 6 നാട്ടിൽ 100 ഭാഷ അല്ല. അപ്പൊ ഇനി എത്ര ഭാഷ ആയെങ്കിലും ഞാൻ ചെല്ലത്തേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ബണ്ണിയായില്ലേ ഈ ഫംഗ്ഷന്? തിരിയണ്ടേ? എനക്ക് എല്ലാ ഭാഷയും അറിയുന്നതല്ല, ഞാൻ മലയാളിയാണ്. ബഹുമാനപ്പെട്ട നമ്മളെ അൽമുർഷിദ് ഉസ്താദ്, ഇർഫാൻ ഉസ്താദ് എന്റെ സഹപാഠിയാണ്, എന്റെ ജൂനിയർ ആണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ നേതാക്കൾ. ഏതോ ആട്ടിച്ചാലോ പിന്നെ നിങ്ങൾക്ക് എന്ത് തിരിഞ്ഞിട്ടില്ല, എന്തായാലും ചെന്നോ അമ്മ ഗോവിന്ദാൻ ചെല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് കാര്യം. അപ്പൊ തിരിയണോ? ഭാഷ മുഖ്യമല്ല, സംഗതി എന്തെന്ന് മനസ്സിലാവും. എനക്ക് അത് നിർബന്ധം. അതുകൊണ്ട് ഞാൻ ഭാഷ ഒന്നും ചന്താക്കാൻ പോകില്ല. മനുഷ്യന്മാർക്ക് സംഗതി മനസ്സിലായില്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ടത് മണ്ണിയായില്ലേ? ഞങ്ങൾ ഈ ബാല്യക്കാർ ഇതിനു വേണ്ടി എത്ര പണിയെടുത്തിന്. മാഷാ അല്ലാഹ്, നിങ്ങൾ എപ്പോഴേ ചരിത്രത്തിന്റെ എഴുതപ്പെട്ടിട്ടായി. ചരിത്രം കണ്ട ഏറ്റവും വലിയ ശതാബ്ദി യാത്രയുടെ മഹാസമാരോപ സമാപന സമ്മേളനം ഞങ്ങൾ ഈ നാട്ടിലല്ലേ? അല്ല, ഞാൻ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാസർഗോഡ് കൂടി, ഞങ്ങൾ അങ്ങോട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലായിടത്തും സത്യത്തിൽ ഒരാൾക്ക് പോയിട്ട് പിന്നെ ഒരാൾക്ക് പിന്നോട് പോയി ചെയ്യില്ല. അതാ സ്ഥിരാംഗങ്ങൾ മാത്രം പോയി. ചില സമ്മേളനം ഈടുന്ന് പിടിച്ചിട്ട് ഡൽഹിയോളം ഓരോ പന്ത്രണ്ടാണ്. സമസ്തന്റെ സമ്മേളനം അങ്ങനല്ല. ഇവിടെ വേറെ, അപ്പുറം വേറെ, അപ്പുറം വേറെ. ചില ആൾക്കാർക്ക് അങ്ങനല്ല. ഇതേ കാറ് ഡൽഹിയോളം, ഇതേ വോളണ്ടിയർ ഡൽഹിയോളം, ഇതേ മൈക്രോ ഓപ്പറേറ്റർ ഡൽഹിയോളം, ഇതേ ജാഥാണ്. നിങ്ങൾ കാണുന്നില്ലേ? ചില ആരും ഇല്ലാത്ത സ്ഥലത്തെല്ലാം ചില പോസ്റ്റർ എല്ലാം കാണും. അപ്പൊ ചില ആൾക്കാർക്ക് കൂടെ വെച്ചോ, അത് അവിടുത്തെ അങ്ങല്ല, അവിടുന്ന് വെച്ച് പോയാ അങ്ങനത്തതല്ല. സമസ്തക്ക് അങ്ങനല്ല. നമ്മൾ അടിയാർ കണ്ണൂരിന്റെ മണ്ണിലാണ്, നമ്മൾ അടിയാർ കണ്ണൂരിന്റെ മണ്ണിലാണ് ചരിത്രത്തിന്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ട മഹാസമ്മേളനത്തിന്റെ സമാപനം. മഹാനരായ ശൈഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദുൽ ഉലമാ തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വർത്തമാന കാലഘട്ടത്തിലെ മഹാനരായ അമരക്കാരൻ, ഈ ഉമ്മത്തിന്റെ അനിഷേധ്യനായ നേതാവ് ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങൾ കുട്ടി. അതേ സമസ്ത എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന് ഈ 100ാം വാർഷിക മഹാസമ്മേളനം ആഘോഷിക്കുമ്പോ സമസ്ത എന്ന ഈ മഹത്തായ ഇലാഹി സംഘടന 100ലേക്ക് അടുക്കുന്ന ഈ നേരത്ത് ഇതിനല്ലാഹു കനിഞ്ഞു നൽകിയ സയ്യിദാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ഇതിന്റെ ആദ്യത്തെ ഒന്നിന്റെ എന്ന ഒരു സയ്യിദായിരുന്നു മുല്ലക്കോയ തങ്ങള്. ഇതിന്റെ 100 എടുക്കുമ്പോ മറ്റൊരു തങ്ങളാണ് മുത്തുക്കോയ തങ്ങള്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ ചൊല്ലി. അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ, സുന്നത്ത് ജമാഅത്തിനെ ആടാതെ ഉലയാതെ പിടക്കാതെ മുന്നോട്ട് നയിക്കാൻ അല്ലാഹു മഹാനർക്കും കൂട്ടർക്കും തൗഫീഖ് നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള ഫിത്ന ഫസാദുകളിൽ നിന്ന്, എല്ലാ നിലക്കുള്ള കുതന്ത്രങ്ങൾ ഷഡ്യന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഈ ഉമ്മത്തിനെയും പ്രത്യേകിച്ച് മുത്തുക്കോയ തങ്ങളെയും സമസ്തയുടെ മഹാനേതൃത്വത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. സമസ്തക്ക് അസ്തിവാരമിട്ട മഹാനരായ മുല്ലക്കോയ തങ്ങൾ, അന്നത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ പോലും തങ്ങളെ ആദരിച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ഖാൻ ബഹദൂർ പട്ടം കൊടുത്തു. ഇന്ന് പത്മശ്രീ, പിന്നെന്ത് അങ്ങനത്തെ എല്ലാം കുറെ ഇതെല്ലാം ഉണ്ടല്ലോ ബഹുമതികൾ. ചൊല്ലോറു, നിങ്ങൾ ഒന്ന് ചൊല്ലോറു, നാം മാത്രം ചൊന്ന മയ്യാവട്ടെ. 4000
അങ്ങനത്തെ വേറെ ഉണ്ടല്ലോ പത്മശ്രീ, അങ്ങനത്തെ കുറെ ഉണ്ട്. ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, രാഷ്ട്രപതി കൊടുക്കുന്നുണ്ട്. അതല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ്. പണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട്, അതും എല്ലാവർക്കും അല്ല, കണ്ടോക്കെല്ലാം കൊടുക്കുന്നതല്ല. ബ്രിട്ടീഷുകാരെല്ലാം ഒരാളെ അങ്ങനെ പിടിച്ചിട്ട് ആദരിക്കണമെങ്കിൽ അവരെ കണ്ണിൽ അയാൾ അത്ര വലിയ ആളായിട്ട് വേണ്ടേ. ഞാൻ ഇത് പറഞ്ഞതിനാണ്, ഞാൻ ബ്രിട്ടീഷിന്റെ ആളായിട്ടല്ല, മുല്ലക്കോയതങ്ങൾ ബ്രിട്ടീഷിനെ സപ്പോർട്ടാക്കിയ ആളൊന്നും അല്ല. എന്നാലും ബ്രിട്ടീഷുകാർ പോലും ആദരിച്ചു ആ മഹാനരെ. ആ മഹാനരുടെ ജനപ്രീതി, ആ മഹാനർക്കുള്ള ജനാംഗീകാരം ബ്രിട്ടീഷുകാർ പോലും അംഗീകരിച്ചു. ഖാൻ ബഹദൂർ പട്ടം കൊടുത്തു. ഈ ഉമ്മത്തിന് ആദ്യമായി സമസ്തയെ സമ്മാനിച്ച മഹാൻ മുസ്തഫായ നബി തങ്ങളെ ഇശാറത്തോടുകൂടി ഈ ഉമ്മത്തിന് സമസ്തയെ സ്ഥാപിച്ചു തന്ന മഹാൻ. സമസ്ത രൂപീകരിച്ചിട്ട് മഹാനവ പിന്നീട് 40 മഹാന്മാരായ ഔലിയാക്കള്, കാലം കണ്ട ആലിമീങ്ങള്, അന്ന് 40 ആലിമീങ്ങളെ മെമ്പറായിട്ട് മുല്ലക്കോയതങ്ങൾ ചേർത്തപ്പോ സമസ്ത രൂപീകരിക്കുന്ന അന്ന് 40 വലിയവരായ ആലിമീങ്ങള് സമസ്തയുടെ കമ്മിറ്റി അംഗങ്ങളായി, മുശാവറ മെമ്പർമാരായി മുല്ലക്കോയതങ്ങളെന്ന മഹാനർ പേര് ചേർക്കുമ്പോ അതിന്റെ 26ാമത്തെ മെമ്പറായിട്ട് അന്ന് മുല്ലക്കോയതങ്ങളെ പേരെഴുതിയതാരറിയുമോ? അന്ന് 26 വയസ്സുണ്ടായിരുന്ന മഹാനരായ കണ്ണിയത്തുസ്താദിനെ, ചെറുപ്പക്കാരനായ ബാല്യക്കാരനായ 26ന്റെ വയസ്സിന്റെ ചെറുക്ക എന്ന് പറയുമ്പോ ചെറിയ ആളല്ലേ. ആ മഹാനരുടെ തഖ്വ കണ്ടിട്ടാണ് മുല്ലക്കോയതങ്ങൾ കൂട്ടിയത്. ആ ചെറുപ്പക്കാരന്റെ ഇൽമ കണ്ടിട്ടാണ് മുല്ലക്കോയതങ്ങൾ കൂട്ടിയത്. ആ ചെറുപ്പക്കാരന്റെ സൂക്ഷ്മ ജീവിതം കണ്ടിട്ടാണ്, വറ കണ്ടിട്ടാണ് മഹാനരായ മുല്ലക്കോയതങ്ങൾ മെമ്പറാക്കിയത്. സമസ്തന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് 100 ആണ്ട് മുന്നോലോ മുല്ലക്കോയതങ്ങൾ രൂപീകരിക്കുമ്പോ 40 മെമ്പർമാരെടുക്കുന്ന ആ ടൈമല്ലോ 26ാമത്തെ മെമ്പറായിട്ട് പിന്നെ കണ്ണിയത്തുസ്താദിനെ എടുക്കുമ്പോ കണ്ണിയത്തുസ്താദ് കണ്ട വയസ്സ് 26. പിന്നെ നീണ്ട വർഷം 26 പിടിച്ചത് ഏകദേശം 1080 1980ഓളം സമസ്തയുടെ മുഷാവറങ്കായിരുന്നു. പിന്നീട് നീണ്ട 26 കൊല്ലം സമസ്തക്ക് വലിയ പ്രസിഡന്റായി നേതൃത്വം കൊടുത്തു മുല്ല മഹാനരായ കണ്ണിയത്തുസ്താദ്. ഒരുപാട് 26 കൂടിയ മഹാനാണ് കണ്ണിയത്തോർ. ഇത് ആദർശികമല്ല, ഇതൊരു അത്ഭുതമാണ്. 1926 ജൂൺ മാസം 26 സമസ്ത രൂപീകരിക്കുമ്പോ 40 ആളിൽ 26ാമത്തെ ആള് 26 വയസ്സുണ്ടായ കണ്ണിയത്തോർ പിന്നെ 26 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റായി. അതൊരു അത്ഭുതമല്ല, അതൊരു ആശ്ചര്യമല്ല, അത് അല്ലാഹു തെരഞ്ഞെടുത്തവർക്കുണ്ടാകുന്ന ഒരു അജീബായ കാര്യമല്ല. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും എടുക്കാത്ത മഹാൻ. കറാഹത്തിന് ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊന്ന് ഞങ്ങളെ പബ്ലിക് എക്സാം ഉണ്ട് മക്കൾ ഇല്ലേ, 5ാം ക്ലാസ് 10, 5, 7, 10, 12 ഇൻഷാ അല്ലാഹ്. ടോട്ടൽ എത്ര ലക്ഷം കിടാക്ക പബ്ലിക് എക്സാം ഞാൻ പറഞ്ഞല്ലേ കണക്ക് ഇരിക്കട്ടെ സാറില്ല, ലക്ഷത്തിൽ പരം. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, അണ്ടമാൻ, ലക്ഷദ്വീപ്, ഡൽഹി, പശ്ചിമ ബംഗാൾ, നേപ്പാൾ, UAE, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങ് ലണ്ടനിൽ വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകളുണ്ട്. സമസ്തയുടെ സേവനം എല്ലായിടത്തുമുണ്ട്. സമസ്ത കേരള എന്ന് പറയുന്നത് കേരള അടിസ്ഥാനമായി, കേരള ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു മാത്രം. അല്ലാതെ ഇത് കേരളക്കാര സംഘടന അല്ല. ചില അല്പന്മാർ അങ്ങനെ വിചാരിച്ചില്ല, ഞങ്ങളൊന്ന് സ്വീകരിയാക്കണ്ടേ. അപ്പൊ എന്ത് ചൊല്ലോ, സംഘടനല്ലേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കർണാടക. അങ്ങനെങ്കിൽ ഇസ്ലാം മക്കത്തല്ല വന്ന്, നിങ്ങൾ അത് വിട്ടിട്ട് കൂടെ വേറെ ആക്കതാറിപ്പ. ഇത് മക്കത്തതല്ല. ഞങ്ങള് സമസ്തന്റെ പബ്ലിക് എക്സാമിൽ മാത്ര, വേറെ എക്സാം പിന്നെ പബ്ലിക് എക്സാം 5, 7, 10, 12 ഇത്തര ക്ലാസ്സില് 2,95,240 മക്ക ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞായറാഴ്ച 2 പരീക്ഷ 2.5 ലക്ഷത്തോളം 3 ലക്ഷത്തോളം 2,95,240 ആൾ. അത് ഏത് കിടാവ്? ആ കിടാവ് റബ്ബാർ, ആ കിടാവ് നാടോട്, പേരെന്തോ എല്ലാം ക്ലിയർ.
നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ പൈസ ഇതാക്കിയിട്ടും കറക്ഷൻ ആക്കിയിട്ടും ഭയങ്കര മന്ത്രിസഭ മന്ത്രിമണ്ഡല സಚಿವ ಸಂಪುಟ എല്ലാം ആക്കിയിട്ട് പിടിച്ചിട്ടും കൂടെ വേറെല്ലോ എക്സാം നടക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഇരിക്കല്ല. പോയി നോക്കുമ്പോ പരീക്ഷാ പേപ്പർ ചോറണ്ണെ, പരീക്ഷാ പേപ്പർ കള്ളത്തണ്ണ, പിന്നെ ലഞ്ച, അങ്ങനെ ഇങ്ങനെ ഭ്രഷ്ടാചാരം ആക്കിയിട്ട് മന്ത്രിമണ്ഡല ബർഖാസ്തു, സಚಿವ അമാനത്തു, കിടാവു ഔത്തു. പരീക്ഷന്റെ കിടാവു ഔത്തു, സಚಿವ അമാനത്തു. സമസ്തയുടെ ചരിത്രത്തില്, വിദ്യാഭ്യാസ ബോർഡിന്റെ ചരിത്രത്തില് കംപ്ലൈന്റ് ഇല്ല. കാരണം അത് ഔലിയാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നതാണ്. അതല്ലാഹുവിന്റെ ദീനിന്റെ കാര്യമാണ്. ഈ മക്കൾക്ക് ദീന് പഠിപ്പിക്കുന്നത് ഞങ്ങളാ പൊന്നുമോൻ ഒരു ഫാത്തിഹ ഓതുന്നുവെങ്കിൽ, ഒരു യാസീൻ ഓതുന്നുവെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കിടാവ് നിസ്കാരത്തൊക്കെ കൈകെട്ടുന്നെങ്കിൽ ഞങ്ങളെ കിടാവ് ബാപ്പാക്ക് പൊറുക്കല്ലോ, നണ്ടുമ്മാനെ കാക്കല്ലോ എന്നെങ്ങാനും ഞങ്ങളെ മക്കളെ ക്കുന്നുവെങ്കിൽ അതിന്റെ മൂല കാരണം അത് പരിപാടിയോ സമസ്തയാണ്. അല്ലാഹു ഞങ്ങളെ മക്കളെ നന്നാകട്ടെ. പരീക്ഷ എഴുതുകൊണ്ട് ഞങ്ങളെ മക്കൾ അല്ലാഹു അവർക്ക് നല്ല വിജയം നൽകട്ടെ. അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു ഓർമ്മ ശക്തി നൽകട്ടെ. അവരെ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് പരിപാടിയെ ഞങ്ങളെ ഉസ്താദുമാർക്കും ആ മക്കൾക്ക് വേണായിട്ട് എല്ലാ സൗകര്യ ഫെസിലിറ്റീസ് അവൾക്ക് ചെയ്തു കൊടുത്ത ഞങ്ങളെ അപ്പ ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ 2,95,000 വരുന്ന മക്ക ഇൻഷാ അല്ലാഹ് പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, അണ്ടമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ്, അമീനി ദ്വീപ്, ചെത്തിലത്ത്, കിൽത്താന്, സിംഗപ്പൂർ, മലേഷ്യ, UAE, ലണ്ടൻ, ലോകത്തെല്ലായിടത്തും ഒരേ പരീക്ഷ. ഓൺലി ഒരു ശനി ഞായർ, സൺഡേ ആൻഡ് സാറ്റർഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇത് ഈ പരീക്ഷ ഈ കണക്ക് പറഞ്ഞ് പബ്ലിക് എക്സാം എഴുതുന്ന മക്ക മാത്രം. എത്ര മക്ക എഴുതിട്ട് പോയാറ്? നാളും പരീക്ഷ എഴുതിയ ആള് 5ാം ക്ലാസ്, പിന്നെ 7ാം ക്ലാസ്. ഞങ്ങൾ ഉസ്താദുമാർ എല്ലാവരും അങ്ങനെ, നിങ്ങളും അങ്ങനെ. ഇതൊക്കെല്ലാം കാരണം നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിധ്വംസ പ്രവർത്തനം നടത്തിയിട്ടില്ല. ഒരു ഭീകരവാദ, കോമുവാദ, അങ്ങനത്തെ എന്തിനും സമസ്ത ഇടപെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ചരിത്രമേ ഇല്ല. സമസ്തക്കാണോ ഇവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് പോലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ അഡ്യാറിന്റെ വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മളവിടെ കേരളത്തിലുണ്ട ഒരു വിഷയമാണ്, ഞങ്ങൾ അറിഞ്ഞതാണ്. അതായത് തൽപ്പടി കഴിഞ്ഞിട്ട് സമാരോപ സമാരംഭം കൂടെ അതിന്റെ ഫസ്റ്റ് എത്തത് കാസർഗോഡ് തളങ്കരയിൽ. നിങ്ങൾ കണ്ടിട്ട് കൊള്ളാറല്ലേ, ടൈം ഭയങ്കര സ്പീഡിൽ പോയോണ്ടുണ്ട്. ഇണ്ട് മാത്രല്ല, ഇപ്പൊ എപ്പോഴും അങ്ങനെ അല്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകം അവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് യതഖാറബുസ് സമാൻ. ടൈം ഭയങ്കര സ്പീഡിൽ പോകും. ടൈം ഭയങ്കര സ്പീഡിൽ ചെന്നെങ്കിൽ ടൈമുക്ക് ബർക്കത്തില്ല. കഴിഞ്ഞ വർഷം നോമ്പിൽ തിന്ന സമൂസന്റെ മണ പോയിട്ടേ ഇല്ല. ഇൻഷാ അല്ലാഹ് 20 കഴിഞ്ഞ പാട സമൂസ തിന്നോ, പാട നോമ്പ് നോക്കണം. സമൂസ എന്നല്ല എത്ര വേഗം നോക്കുറവില്ല. ഒരു വർഷം പോയത് കൊണ്ടായ അള്ളാഹു റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും അതിനെ അമലുകൾ ചെയ്തിട്ട് ധന്യമാക്കാനും നമുക്കൊന്ന് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല. മഹാനരായ കണ്ണിയത്തോർ വിഷയിലെല്ലാം പോന്ന് സമയത്തിന്റെ അഭാവമുള്ളത് കൊണ്ട് മഹാനായ കണ്ണിയത്തോർ തന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തില്ല. കറാഹത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഞങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന 5ാം ക്ലാസിന്റെ കിടാവിന് പോലും അറിയും, ചെയ്തെങ്കില് കുറ്റയില്ല, ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട. അതാണ് കറാഹത്ത്. കറാത്ത് ഞങ്ങൾ ഒഴിവാക്കണോ? കറാത്ത് പാടെ ഉപേക്ഷിക്കണോ? കറാത്തായ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കു തീറ, ചൊല്ലു തീറ, ആക്കോ തീറ. ഹറാമ് പിന്നെ എങ്ങനെയാവല്ല. കറാത്ത് ചെന്നെങ്കില് അത് എടുക്കാണ്ട് ജയിച്ചെങ്കിൽ കൂലിയുണ്ട്, എടുത്തെങ്കിൽ കുറ്റമില്ല. അതിന്റെ പേരിലല്ല നരകത്തിലിടാല. ഉദാഹരണക്ക് എതിർക്ക് സമസ്യ, ബുദ്ധിമുട്ടോ അടതടയൊന്നും ഇല്ലെങ്കില്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കില്, അടതട എന്തും ഇല്ലെങ്കില്, സമസ്യ തൊന്തര എന്തും ഇല്ലെങ്കില്, എതിർക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തേക്ക് തുപ്പല് കറാത്ത്. നിനക്ക് പിടിയാവൂല്ലേ? മാഷാ അല്ലാഹു ആഫിയത്ത്.
അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങളെ സമസ്തയുടെ നമ്മുടെ ഉമറാക്കളിൽ നമ്മുടെ വലിയ നേതൃത്വങ്ങളിൽ ഒരാൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആസിഫുള്ള ഞങ്ങൾ എല്ലാ പരിപാടി നടക്കുമ്പോൾ അയാൾ ഒരു സാന്നിധ്യം ഉണ്ടാവും. അത് ഏത് നാട്ടിലും ജസ്റ്റ് ഒരിക്കൽ വന്നിട്ട് പോവാതിരിക്കല. അള്ളാഹു അവർക്കൊക്കെ അവരുടെ സേവനം കബൂലാക്കട്ടെ. ഞങ്ങളെ ഉസ്താദുമാർക്കെല്ലാം ഞാൻ പറഞ്ഞു വന്നത് കറാഹത്ത് എടുക്കോ തീറ, അതായത് എന്ത് ബുദ്ധിമുട്ടില്ല, സമസ്യയില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എതിർക്കു തുപ്പ തീറ കറാഹത്താണ്. മക്കളെ ജോറാക്കണ്ട സമാധാനത്തിൽ. ആ ദഫല്ല സൈഡിൽ വെച്ചിട്ട് വേഗം ടൈമില്ലല്ലേ. നക്ക് പിന്നെ ഇതിൽ ഓസ്വാസുയാറ ഇതെല്ലാം കാണുമ്പോ ചനിക്ക് കാണ്ടൊന്നും എനിക്ക് കാണ്ടോ നാണല്ല ഹൈറ്റിലുള്ളൂ. ബുദ്ധിമുട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുപ്പ മോശമില്ല. ഉദാഹരണക്ക് അടുത്ത ഭാഗത്ത് ഉസ്താദ്മാരുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കാര്യമായ ഒരാളുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് ഞങ്ങൾക്ക് തുപ്പ ജാഗയില്ല, പിന്നെ അവിടെ ജാഗ ഉള്ളമേ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബലത്തെ ഭാഗത്ത്, അപ്പൊ പിന്നെ അങ്ങനെ തുപ്പണം. പിന്നെ നേരത്തെ തുപ്പറങ്ങനെ ഉസ്താദ് മേൽ തുപ്പണം. അയാൾ നെഞ്ചിക്ക് തുപ്പി തീരാ ഹറാമ. സമസ്യയില്ലെങ്കിൽ, തൊന്തരയില്ലെങ്കിൽ, അടുതടയില്ലെങ്കിൽ, പ്രതിബന്ധങ്ങളില്ലെങ്കിൽ പിന്നെ മുമ്പാകത്തേക്ക് തുപ്പരുത്, വലഭാഗത്തേക്ക് തുപ്പരുത്. ഒഴിവാക്കണം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പഠിക്കണായ പാടാ. തുപ്പേണ്ടി വന്നെങ്കിൽ, മൂക്കട്ട എടുക്കണായ ടൈം വന്നെങ്കിൽ, കഫ തുപ്പണായ നേരെ വന്നെങ്കിൽ മെല്ലെ നല്ല ചന്തത്തിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പണോ, വലഭാഗത്തേക്ക് മുമ്പാകത്തേക്ക് തുപ്പല് കറാഹത്താണ്. ഇനി വേറെ സമസ്യ ഉണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്കും വലത്തെ ഭാഗത്തേക്കും തുപ്പ. ഇത് കേട്ടിട്ട് പാതിലായി ചെല്ലുമ്പോ ചെല്ലണ്ടേ. നല്ല വയല് കേട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് തുപ്പും വലത്തെ ഭാഗത്ത് തുപ്പും തീറ, ഫ്രണ്ട് തുപ്പും തീറാൻ ചൊന്നൂറു, അടുത്ത ഭാഗത്തേക്ക് തുപ്പണോ ചനിമോ കേട്ടമേ അത്ര. അതിന്റെ അപ്പുറം ചൊന്നത് കേട്ടിട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുപ്പാൻ ചൊന്നതും കേട്ടിട്ടുമില്ല. നോക്കുമ്പോ ഇവിടെ തുപ്പ് കാവറുമില്ല, ഇവിടെ പള്ളിന്റെ മതിലുണ്ട്. എന്താ കാരണം കേട്ട അത്രല്ലേ. അങ്ങനത്തെ സമസ്യ ഉണ്ട്. കൂടുതൽ തുപ്പാൻ ചൊന്നത് കേട്ടാണ്. ഞങ്ങ എപ്പോഴും പാതി ഫുള്ള് കേട്ടില്ല. പണ്ടൊരു കിതാബോധ പോയുള്ള പള്ളി ഉസ്താദ് കിതാബ് ഫസ്റ്റ് എടുത്ത് രണ്ടുപേരെ അതിന്റെ അപ്പുറം കുറവുണ്ട് എടുക്കോ. രണ്ട് ലൈനിൽ എന്തൊരു ഉസ്താദ് ചൊന്ന കിബിലയിലേക്ക് മുന്നിട്ടിട്ട് വീത്തരുത്, കിബിലാക്ക് മുന്നിട്ടിട്ട് വീത്തരുത്, കാഷ്ടിക്കരുത്. നല്ല ഏർപ്പാടല്ല. അപ്പമേ ഉസ്താദ് ചൊന്നു അതിന്റെ അപ്പുറം ഉണ്ട്. എന്തോ മറയില്ലെങ്കില്, മറ ഉണ്ടെങ്കിലും ഓക്കെ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ, എന്തും ഇല്ലെങ്കിൽ അങ്ങ് മുന്നിടണ്ട. ഈ കിടാവ് കേട്ടോ തോന്നുന്നുണ്ടാ കിബിലാക്ക് മുന്നിട്ടിട്ട് പാടില്ല. അത്ര ചൊന്നിട്ടുണ്ട് ബേളാസ കിടാവ് ബറുമ്പത്തക്കും അപ്പൊ ബീറ്റോണ്ടേ ഉണ്ടോ കിബിലാക്ക് മുന്നിട്ടിട്ട്. അയാൾ നേരെ മര്യാദക്ക് ബീറ്റോണ്ടുണ്ടോ ഈ കക്കൂസ് ഉൾക്കമ്മി, അതായത് പണ്ടത്തെ കക്കൂസ്, ഇപ്പത്തതല്ല. ആ 4 സൈഡിൽ 4 ചെത്ത് കല്ല് വെച്ചിട്ടുള്ളത് നേരെ ബീറ്റോണ്ടു. ഈ കിടാവ് കാണ്ടതേ ഇത് വന്നിട്ട് പൊക്കിയ പാടിച്ചു അപ്പൊ ബേഗണിച്ച് മോയിലാർച്ചല്ലേ, ഉസ്താദല്ലേ, പച്ച തട്ടല്ല കുഞ്ചിലുണ്ടല്ലേ, മുഞ്ഞാന്ന് പോയെന്നുണ്ടാക്കും. ഞാൻ ചൊല്ലെന്തൊരു കൊണ്ടുണ്ടാ. ഞങ്ങ പഠിക്കുമ്പോഴത്തേക്ക് ഫുള്ള് പഠിക്കും, കേൾക്കുമ്പോഴത്തേക്ക് ഫുള്ള് കേൾക്കും. മക്കൊരു കുസി. കാരണം ഇങ്ങനത്തെ ഒരു ബലി അത് ഇതെല്ലാം കാണുമ്പോ ഒരു ചന്ത അങ്കൊരു കുസി ഒരു നാടേ ഒരു ഹയാത്താവും. ഇങ്ങനത്തെ ഒരു വിഷയ, ഇങ്ങനത്തെ ഒരു ഇതെല്ലാമ്പോ മക്കെല്ലാം ഭയങ്കര കുസി ആയെങ്കില അങ്ക് ഡൊമ്പറാട്ട. ഞങ്ങക്ക് ഞങ്ങളെ ഈ ബുദ്ധിമുട്ടും ഈ പാച്ചുകളൊക്കെ കാണുമ്പോ ഒരു കേൾക്കുമ്പോ ഒരു ഡിസ്റ്റർബ് ആവും. അപ്പൊ ഞങ്ങക്ക് പ്രാണസങ്കടം അല്ലേ, അങ്ങനെ ആവും. അപ്പൊ അങ്ങനെ ജോറാക്കണ്ട, സമാധാനത്തിൽ ചെന്നിട്ട് ചെല്ല് വേണ്ടി പോലെ ആക്കി മാനേജ് ആക്കിങ് ആയി ശരിയാവും. ജോറാക്ക ഇക്കട്ടെ നണ്ടേക്ക് അപ്പൊ മുന്നിട്ട് വീട്ട തീറാൻ അങ്ങനെ പാടയാളതൊക്കെ ഒത്തുണ്ട. പിന്നെ കണ്ടീഷൻ ആക്കി പിറ്റേന്ന് ആഴ്ചയും കിടാവ് പഠിച്ചാക്കി കിബിലയിലേക്ക് പിന്നിട്ടിട്ടും പാടില്ല. കിബിലാക്ക് പിന്നിട്ടിട്ട് ഓപ്പോസിറ്റും മൂത്രിക്കൊതീറ. അവിടെയും അതിന്റെ അപ്പുറം ചൊന്നറു മറയില്ലെങ്കിൽ മറ ഉണ്ടെങ്കിൽ ഓക്കെ, മറയില്ലെങ്കിൽ ആ വേല കിടാവ് പാതിയെ കെട്ടോ, കിടാവ് ആ വേള
അപ്പൊ അബ്ബ തിരിഞ്ഞു വീട്ടോണ്ട് കഴിഞ്ഞ വാറ അപ്പുറത്തേക്ക് വേണ്ട ചെന്ന ഈ വാർത്തയിൽ ഇപ്പുറത്തേക്ക് വീട്ടുമ്പോഴും വന്നിട്ട് ചെന്നാ പാടില്ല. മൂന്നാമത്തെ വേള അബ്ബ കിണ്ടി എടുത്തോണ്ട് മൂത്തിട്ട് പോയി അവിടെ ജയിച്ചിറയാതെ ജയിക്കുമ്പോഴത്തേക്ക് മൊയിലാറ ഈ കിടാവ് വന്നോണ്ടുണ്ട് ദർശനം. ഈ കിടാവ് ബസ്സിൽ വെച്ച് പണ്ട കാണുമ്പോഴത്തേക്ക് ഉമ്മ ചൊല്ലവല അബ്ബറോട്ട ബീത്തൊടുന്നുണ്ട് വേഗ ബീത്തറോ കിടാവ് വന്നോണ്ടുള്ള എന്തുകൊണ്ട് ചെല്ലെങ്കിൽ 2 അറബി തന്റെ പോയി. ഇത് ഇങ്ങനെ അത് പഠിക്കാത്ത മിസ്റ്റേക്ക്. തേച്ചു പഠിക്കണോ, തേച്ചു കേൾക്കണോ, അർത്ഥം വെറുതെ കേൾക്കോ, ഫുള്ള് പഠിക്കണോ. എവിടെയുള്ള ഉത്തരവാദികൾ ചെയ്യുന്നത് അതാണ്. അവർ ആയത്തോതിയിട്ട് അതീതോതിയിട്ട് മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബുകളെ പാതിപാതിയാർത്ഥം വെച്ചിട്ട് കോടാനുകോടി മുസ്ലിമീങ്ങളെ കഫറാക്കുകയാണ്. ഞാൻ അവരാക്ഷേപിക്കുകയല്ല, ഞാൻ പാട്ട് പറയുകയല്ല. ഇവിടെയുള്ള ഉത്തരവാദികള് സലഫികള്, വഹാബികള്, മുക്കാകണ്ടുകള്, മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ ഇല്ല. അവർ സത്യത്തിൽ ഞങ്ങളെ ഈമാന് വെടക്കാക്കുന്നവരാണ്, ഞങ്ങളെ കർമ്മങ്ങളെ വെടക്കാക്കുന്നവരാണ്, ഞങ്ങളെ ആരാധനകളെ വെടക്കാക്കിയവരാണ്, എല്ലാ നന്മകളെയും പുണ്യങ്ങളെയും നിഷേധിച്ചവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ആലിമീങ്ങളെ, മഹാന്മാരെ തമാശയാക്കുന്നവരാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു 2 മാസം ഫുള്ളായിട്ടില്ല. കേൾക്കണോ നിങ്ങൾ കേൾക്കണോ, ഇത് 2 മാസം ഫുള്ളായിട്ടില്ല. ഒരു ചങ്ങായിന്റെ പ്രസംഗം ദ്രകൊണ്ടുണ്ട ഒരു മുജാഹിദ് ബാലുശ്ശേരി ചൊന്നിട്ടോ. ഞാൻ ഈ പേര് ചൊല്ലത് അയാളോട് വെറുപ്പുണ്ടായിട്ടല്ല, ഞാൻ ഈ വിഷയം ചൊല്ലത് പാർട്ടി പങ്കട എന്ന അർത്ഥത്തിലല്ല. ഞങ്ങൾക്കെല്ലാം ജാഗ്രതാക്കണോ, ആരെയും കാഫറാക്ക നിൽക്കണ്ട. ആ ചങ്ങായി പ്രസംഗിച്ചന്ദ്രകൊണ്ടുണ്ട വലിയ താടി വെച്ചട്ട ഇന്ത്യ ലോകത്തെ വെച്ച് ഫിറൗനിനെക്കാളും വലിയ കാഫർ, അബൂജഹലിനെക്കാളും വലിയ കാഫർ ഈ സുന്നികളാ അവർ അബൂജഹലിനെക്കാളും വലിയ മുശ്രിക്കീങ്ങളാണെന്ന് പച്ച മലയാളത്തില് ഞങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് നടക്കുന്നു ഇവിടെയുള്ള നൂതനവാദികള്. എന്താ ഈ സമുദായം കാഫറാവാൻ ചെയ്ത തെറ്റ്? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. തറാവീഹ് 20 നിസ്കരിച്ചതിന്റെ പേരില്, കൈ നെഞ്ചത്തിന്റെ താഴെ കെട്ടിയതിന്റെ പേരില്, പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോവാത്തതിന്റെ പേരില്, സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയതിന്റെ പേരില്, 5 നേരം നിസ്കാരം കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന നടത്തിയതിന്റെ പേരില്, തങ്ങന്മാർ, മഹാന്മാർ, ആലിമീങ്ങൾ, ഔലിയാക്കളെ ബഹുമാനിച്ചതിന്റെ പേരില്, മുസ്തഫായ റസൂലുള്ളാഹിന്റെ റൗള സിയാറത്ത് ചെയ്തതിന്റെ പേരിലാണ് ഇവരതാ കോടാനകോടി മുസ്ലിമീങ്ങളെ കഫറാക്കുന്നത്, മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ട് സീലടിക്കുന്നത്. ശരിയല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും അവർ ദുർവ്യാഖ്യാനം ചെയ്തു. മുസ്തഫായ നബി തങ്ങളെ ഹദീസ് പോലും അവർ നിഷേധിച്ചു. മഹാന്മാരെ കളവാക്കി, ഔലിയാക്കളെ തമാശയാക്കി. അങ്ങയിൽ ജന്ത്രോന്തുണ്ട മുഹിയുദ്ദീൻ ശേഖ് തങ്ങള് ശ്രീ ശങ്കരാചാര്യന്റെ ആശയം ഇന്ന ആളായിട്ട് ആര് ശ്രീ ശങ്കരാചാര്യ വലിയ അദ്വൈതവാദിയാണ്, വലിയ താത്വികനാണ്, ഹൈന്ദവരുടെ വലിയ സ്വാമിയാണ്. ഞങ്ങളും അയാൾ ആ നിലക്ക് ആദരിക്കുന്നു. ഞങ്ങൾക്ക് അയാളോട് വെറുപ്പില്ല. പക്ഷെ അയാൾ ആശയമാണ്, വിശ്വാസമാണ്. മഹാനരായ ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ ആലം മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ കടമെടുത്തത് അയാൾ ആശയമാണോ? അല്ലേ അല്ല. ഇവിടെയുള്ള ഔലിയാക്കന്മാര് നിഷേധിച്ചോ, കറാമത്തുകളെ നിഷേധിച്ചോ? ഏതോ അള്ളാഹു ഖുർആനിൽ കുറെ വിഷയം ചൊന്നൂറു. പക്ഷെ ചൊന്നിട്ട് അള്ളാഹ് കുറെ ഇങ്ങനെയും ചൊന്നൂറ്. എങ്ങനെ? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖുദ്റത്ത് പ്രകാരം, സ്വാലിഹ് നബിക്ക് അള്ളാഹ് കൊടുത്ത കഴിവ് മുജിസത്ത് പ്രകാരം അള്ളാഹു തആല സ്വാലിഹ് നബി അലൈഹി സ്വലാം ചൊന്നിട്ടാകുമ്പോ വിളിച്ചിട്ടാകുമ്പോ പാറക്കല്ലിന്റെ ഉൾഗത്തുനിന്ന് ഒട്ടകത്തെ ഖുർആനാണ്. അല്ല വിചാരിച്ച ഗെഞ്ച് നടക്കാത്ത ബോക്സിന്റെ ഉള്ളെന്ന് പറയല, പാർക്കല്ലേ തോന്നുന്നുണ്ടാ, മൈക്കന്റെ ഉള്ളെന്ന് പറയല്ലേ, പെരുപ്പാമ്പു. അല്ല വിചാരിച്ച നിങ്ങൾക്ക് എന്തോ ആക്കല്ലേ. അല്ല വിചാരിക്കാണ്ട് നിങ്ങളെ കൊണ്ട് ഒരു ചുപ്പ് എടുക്കാവല്ല. കഴിവ് കൊടുത്താ പിന്നെ എന്ത് നടക്കാത്ത ലോകത്ത്? ഈ കാണുന്നതെല്ലാം അല്ലാന്റെ കുതിരത്തല്ലേ. പോന്ന ഞങ്ങൾ ഈ ഏണി ഇതാ ഈ പോന്ന ഇങ്ങനത്തെ പറയാ,
ഈ സ്റ്റെപ്പ് നോക്കുറൂല, അതൊന്ന് നേരെ ഇങ്ങനെ പോയി നിൽക്കവേണായിട്ട് 3 ജാഗൽ അത് കടിപ്പായ കൊടുത്തു, പില്ലർ കൊടുത്തു. ഒന്നവിടെ ഹെൻഡില്, മിഡില്, ലാസ്റ്റില് ഇത്ര പോന്ന ഏണി ഒന്ന് നിൽക്കവേണായിട്ട്. അല്ല, ഇത്ര പോന്ന ആകാശം, ലോകോത്തര വിശാലമായ ഈ ആകാശം ഒരു പില്ലർ പോലും കൊടുക്കാതെ ഉയരത്തിൽ നിർത്തിയവനാണ് മേലായ റബ്ബ്. എല്ലാം പോറ്റ് പരിപാലിക്കുന്ന റബ്ബ്, സർവലോക സൃഷ്ടാവായ റബ്ബ്, അനുഗ്രഹത്തിന്റെ ഉടമയായ റബ്ബ്. അല്ലാഹു തആലാന്റെ കഴിവപാരമാണ്, അവന്റെ ഖുദ്റത്ത് അപാരമാണ്. അവൻ ഉദ്ദേശിച്ചാൽ, അവൻ ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ അത് കൊടുക്കണ്ട എന്ന് പറയും ഞങ്ങൾക്ക് റൈറ്റ് ഇല്ല. അത് കൊടുത്തെങ്കിൽ പടച്ചോനെ അത്ര കൊടുക്കണ്ട ഇത്ര കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് വെക്കോ ഞങ്ങൾക്ക് റൈറ്റ് ഇല്ല. അത് അള്ളാന്റെ കഴിവാണ്, അള്ളാന്റെ ഉദ്ദേശമാണ്. അപ്പൊ അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുത്തെങ്കിൽ ലോകത്ത് എന്ത് നടക്കും? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങൾ, അന്നത്തെ ജനങ്ങൾ വന്നിട്ട് സ്വാലിഹ് നബിയോട് പറഞ്ഞു, നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്വീകരിക്കണമെങ്കിൽ, നിങ്ങൾ നബിയാണ് പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, അള്ളാഹ്ക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു അത്ഭുതം കാണിക്കണം. സ്വാലിഹ് നബി കേട്ട് എന്ത് അത്ഭുതം വേണായോ, എന്ത് അത്ഭുതം വേണായോ? സ്വാലിഹ് നബി പറഞ്ഞു, അവരെന്തൊക്കെ വന്നിട്ടുണ്ടാ, ഞങ്ങ വിചാരിച്ചമേ അത്ഭുത കാട്ടുമ്പോ നമുക്ക് ഡൗട്ടോ, ഇയാള് മുന്നേ പഠിച്ചിട്ട് വന്നത്, നിങ്ങൾ ചൊന്നത് ഞാൻ ആക്കി തരുമ്പോ അതിൽക്ക് വലിയ ബലം. നിങ്ങൾ തന്ന പെണ്ണിൽ ഞാൻ തന്ന പെണ്ണിലെ വലിയ ബലം. നിങ്ങക്ക് പിടിയാവില്ലേ? നിങ്ങക്ക് ബച്ചിയാ അല്ല നിങ്ങക്ക് എന്ത് ഭാഷ സമസ്യ ഉണ്ടാ? ഇല്ലല്ലേ? സ്വാലിഹ് നബി അലൈഹി സ്വലാം കേട്ടി എന്ത് അത്ഭുത വേണ്ടത്? അവർ പറഞ്ഞു, ആ പാറക്കല്ലിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഒട്ടകത്തെ പുറത്താക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്ന്, എന്നിട്ട് അള്ളാന്റെ സമ്മതപ്രകാരം അവിടെ നിന്നിട്ട് ഒട്ടകത്തെ വിളിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നഖതല്ലാഹി വസുഖിയാഹു ഫകദബൂഹു ഫഖറൂഹാ. പരിശുദ്ധ ഖുർആനല്ലേ, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് മഹാനരായ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് പാറക്കല്ലിൽ നിന്നിട്ട് ഒട്ടകം വന്നു. ഒട്ടകത്തിന്റെ അമ്മയും അതിന്റെ കുഞ്ഞും വന്നു. ഇല്ലേ? മൂസാ നബി അലൈഹി സ്വലാം നൈൽ നദിയിലേക്ക് ബടിയിട്ടപ്പോ, ബടി കൊണ്ടടിച്ചപ്പോ ഹൈവേ റോഡായിട്ട് മാറി. അങ്ങനെ എത്ര അത്ഭുതം ഉണ്ട് ഖുർആനിലില്ലേ? ഇതിനെല്ലാം എഴുതിയിട്ട് ഇത് കേൾക്കണം ഇതെല്ലാം അർത്ഥം ഇങ്ങനെ എഴുതിയിട്ട് ഒരു സൽപ്പി, ഒരു നൂതനവാദി കീൽ എഴുതിയ യന്ത്രം എന്തുണ്ടാ, യന്ത്രം എഴുതിയ കീല്, ഇതെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് ആയത്രയെല്ലാം അർത്ഥം വെച്ചിട്ട് കീൽ എഴുതിയ യന്ത്രം എന്തുണ്ടാ, ഇതെല്ലാം അല്ല ചൊന്നിട്ടില്ലായെങ്കിൽ ഈ വിഷയം, അതായത് ഒട്ടകത്തിന് പാറക്കല്ലിന്ന് ഒട്ടകത്തെ കൊണ്ടുന്നത്, മൂസാ നബി നൈൽ നദി റോഡാക്കിയത്, മുസ്തഫ നബി ചന്ദ്രനെ പിളർപ്പാക്കിയത്, ഇതെന്തോ അള്ളാഹു ഖുർആനിൽ ചൊന്നിട്ടില്ലായെങ്കിൽ കുറെ ആൾമാർ ഇസ്ലാമിലേക്ക് ഭർത്തിയാറ്. ഇങ്ങനത്തെ വിഷയമെല്ലാം ഉള്ളനെ കൊണ്ട് ആൾമാർ വേണ്ട അള്ളാഹ് തപ്പീറ്. ഓ മുസ്ലിം പാടെ ഞങ്ങളെ നിങ്ങൾ അല്ലാഹ് തപ്പീറോള ഇതെല്ലാം വേണ്ട, നിന്റെ മണ്ടക നിന്റെ മണ്ടക പിടിക്കാത്തത് ഇസ്ലാമോ, നിന്റെ യുക്തിക്ക് നിരക്കാത്തതാണല്ല. യുക്തിക്കനുസരിച്ചിട്ടല്ല ദീന്, ഞങ്ങളെ യുക്തിക്കനുസരിച്ചിട്ടാ ദീന്. അങ്ങനെയെങ്കിൽ പിന്നെ യുക്തിക്കനുസരിച്ചിട്ടാണ് ദീനെങ്കിൽ ചെറിയ മക്കൾക്ക് ചിലപ്പോൾ തിരിയല്ല, ബലിയാങ്ക് തിരിയും. ഇന്ദ്രിയ ബന്ധങ്ങൾ കുളിക്കണോ, ഇന്ദ്രിയ പുറപ്പെട്ടെങ്കിൽ, മനി പുറപ്പെട്ടെങ്കിൽ, തൂര്യങ്ങ് മൂത്രവീറ്റ് ഞങ്ങൾ കഴുകണോ? സത്യത്തിൽ ഞങ്ങൾ യുക്തി അങ്ങനെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? തൂര്യങ്കിൽ വീറ്റ് ഞങ്ങൾ കുളിക്കാനായി അത് പിന്നെ ശുദ്ധിയല്ല, അവിടെ കളിക്കങ്ങ് മയ്യാവത്ത് യുക്തി അങ്ങനെ
പക്ഷേ യുക്തിയല്ല, അള്ളാന്റെ നിയമമാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്, മുസ്തഫായ നബി തങ്ങളുടെ ദീനിന്റെ നിർദ്ദേശമാണ്. അതേ കാട്ടം മൂത്രം വന്നാ കഴുകിയാൽ മതി, അത് വൃത്തിയാകാൻ ആ പരിസരം ഒന്ന് വൃത്തിയാക്കിയാൽ മതി, കുളി നിർബന്ധമില്ല. അതേ സമയത്ത് ശുദ്ധമായ മനിയെങ്ങാനും പുറപ്പെട്ടു പോയാൽ ശരീരമാസകലം കുളിക്കണോ, അവിടെ യുക്തി നോക്കണ്ട, അത് യുക്തിവാദികളെ സ്വഭാവമാണ്. ഞങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, അവന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്തവരാണ്, മുസ്തഫായ നബി തങ്ങളെ കണ്ണടച്ച് അംഗീകരിക്കുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഖബറിന്റെ സൈഡിൽ നടന്നുകൊണ്ട് പോകുമ്പോ തൂകൂ, ഇന്നൽ മയ്യിത യസ്മഉ ഖർഅനി ആലിഹി, ഇന്നൽ മയ്യിത യസ്മഉ ഖർഅനി ആലിഹി. തീർച്ചയായിട്ടും ഖബറിലുള്ള ആള് അതിന്റെ സൈഡിൽ നടന്നുകൊണ്ട് പോയോണ്ടുള്ള മനുഷ്യന്റെ ചെരുപ്പിന്റെ സൗണ്ട് അടക്കം കേട്ടോണ്ടുള്ള, മരിച്ച പിന്നല്ല തീരില്ല, മരിച്ച പിന്നെ ഉണ്ട് സംഗതി. അപ്പൊ നിങ്ങൾ ഓതിയതും എല്ലാം കേക്കിട്, എല്ലാം കേക്കിട്. സ്വഹിയായ ഹദീസ് ഇത് എഴുതിയിട്ട് ഒരു ചങ്ങായി കീഴെഴുതി എന്തിനൊന്നുണ്ടാ, ഇത് അള്ളാന്റെ ഖുർആനിക്ക് എതിർ, ഇത് ശരിയല്ല, നബി തങ്ങൾക്ക് തപ്പീറ്, നബി തങ്ങ ചൊന്നത് ശരിയല്ല ചൊല്ലാറ്. ഞങ്ങളെ കേരളത്തെ വാള എങ്ങനുണ്ട് ദീന്? ഖുർആനിൽ ചൊന്നറോ അമിച്ചങ്ങ കേക്കാലാന്ന് വാട ചൊന്നറോ അങ്ങനെ ചൊന്നത് റസൂലുള്ളാഹി തിരിഞ്ഞിട്ടില്ലേ? അത് മഹാന്മാരെ കളവാക്കുക, ഖുർആനെ നിഷേധിക്കുക, അതിന്റെ ആശയങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക, ഹബീബായ നബി തങ്ങളെ നിഷേധിക്കുക, ക്രിസ്മസ് നിഷേധിക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ വികലമാക്കി, ദീനിന്റെ ആചാരങ്ങളെ വികലമാക്കി, ആ പ്രാമാണികമായ പരിശുദ്ധമായ പൈതൃകമായ ആ പ്രാമാണികമായ ദീനിന്റെ ആശയങ്ങളെ ആചാരങ്ങളെ കൊച്ചാക്കി തമാശയാക്കി അതല്ലെങ്കിൽ നിഷേധിച്ച് രംഗപ്രവേശനം ചെയ്ത എവിടെയുള്ള പുത്തനവാദികള്, അള്ളാഹിനെ ചോദ്യം ചെയ്ത് അള്ളാഹിനെ തന്നെ നിഷേധിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ദൈവാസ്തിത്വം തന്നെ നിഷേധിച്ച് രംഗപ്രവേശനം ചെയ്ത ഇവിടെയുള്ള യുക്തിവാദികള്, അതുപോലെ തന്നെ ഈ നാടിന്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി രംഗത്ത് വന്ന കോമുവാദി ഭീകരവാദികള്, ഇതിനോടെല്ലാം ഒരുപോലെ എതിർത്തവരാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുകാർ. സമസ്തക്ക് ഇവിടെ പാർട്ടിയില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരാളോടും വെറുപ്പില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരേ ഒരു ഉദ്ദേശം, മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ നല്ല ക്ലിയർ ആവണം, അവന്റെ ആചാരങ്ങൾ നല്ല പൂ പോലെ ചന്തമാവണം, അവന്റെ ഇസ്ലാം നല്ല 22 കാരറ്റ് പോലെ തിളങ്ങണോ, അവന്റെ ആചാരങ്ങളില് മുസ്ലിമിന്റെ വിശ്വാസങ്ങളില് മുസ്ലിമിന്റെ ആചാരങ്ങളില് മുസ്ലിമിന്റെ കർമ്മങ്ങളില് ഇത്തിരി പോലും ഏറ്റവ്യത്യാസം വരാതെ മുസ്ലിമിനെ കാക്കാൻ വേണ്ടി കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരിക്കുന്ന സംഘടനയാണ്, പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്തോ. അല്ലാഹു അതിന്റെ അഹ്ലുകാർക്ക് ഖൈർ നൽകട്ടെ. അതിന് ഇന്നലകളിൽ നേതൃത്വം നൽകിയ മഹാന്മാർ ചെറിയവരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഭാഗത്തേക്ക് തുപ്പല് കറാഹത്ത്, വലത്തെ ഭാഗത്തേക്ക് തുപ്പല് കറാഹത്ത്. എന്നാൽ 90 ആണ്ടിലേറെ വയസ്സ് ജീവിച്ചിട്ട് തന്റെ ജീവമാനത്തിൽ ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും മുമ്പിലേക്ക് തുപ്പാത്തവരാണ്, വലഭാഗത്തേക്ക് തുപ്പാത്തവരാണ്, കറാഹത്തെടുക്കാതെ ജീവിച്ചവരാണ് മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ തങ്ങളെ ഉസ്താദ്. ഒന്ന് ആലോചിച്ചു, എന്തായിരിക്കും അവരെ ക്വാളിറ്റി, എത്ര പരിശുദ്ധി ആയിരിക്കും അവരെ ഈമാന്. 97 വർഷത്തോളം ജീവിച്ച് ഒരഭിപ്രായം 100 വർഷം കണ്ണീർ മരിക്കുമ്പോ തുകൂന്നു. ശംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാരെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. പണ്ടത്തെ ഞങ്ങളെ വയസ്സന്മാരെല്ലാം കണ്ടിട്ടിക്കോ, രാജാറെല്ലാം കണ്ടാറുന്ന കോന്തിൽ ഞാൻ കണ്ടിട്ടില്ല, മരിച്ചിട്ട് 10-40 വർഷത്തോളായി. ഞാൻ ശംസുൽ ഉലമാനെ ഒരു ദൂരത്ത് ഇങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് അപ്പൊ വലിയ ബുദ്ധിയൊന്നും ആയിട്ടില്ല. അപ്പൊ ഉസ്താദ് നിങ്ങൾ ശരിയല്ല, ഞാൻ ചെറിയ ആളെ കാണുമ്പോൾ തടി
അത് വിടും. അതെ, മഹാനായ കണ്ണിയത്തോ എന്ത് 90 വർഷത്തോളം ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ ഒരു കറാത്ത് വന്നില്ല. ഒന്ന് ആലോചിച്ചു. പണ്ണയല്ല മുല്ലക്കോയ തങ്ങളെ കണ്ണിയത്തോരെ പേരിട്ട മെമ്പറായിട്ട് 26ാമത്തെ. അങ്ങനെയുള്ള മഹാന്മാരാണ് ഈ നേതൃത്വം കൊടുത്തനെ. അവരാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ദ്വാരുന്നതിന് ഈ ത്രിവർണ്ണ പതാക, പതാക ിലേക്ക് ദ്വാരുന്നു തന്നതാ മഹാന്മാരാണ്. കണ്ണിയത്തോരാണ് ആ പതാക ഈ ഉമ്മത്തിന് കൈമാറിയത്, ഈ ചെറുപ്പക്കാർക്ക് കൈമാറിയത്. നാടിന്റെ നന്മക്ക്, സമാജത്തിന്റെ നന്മക്ക്, സമുദായത്തിന്റെ നന്മക്ക്, ഈ രാജ്യത്തിന്റെ നന്മക്ക്, നിന്റെ ഈമാനിന്റെ വർധനവിന്, നിന്റെ ഇസ്ലാമിന്റെ സുരക്ഷിതത്വത്തിന് എല്ലാത്തിനും പറ്റുന്ന നിലക്ക് ഈ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്ത് SKSSF-ന്, SYS-ന്, SMF-ന്, SPB-ന്, അതുപോലെ തന്നെ ഞങ്ങളെ 10-15ഓളം വരുന്ന സമസ്തക്ക് കീഴ്ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് നൽകിയത് ഈ മഹാന്മാരാണ്. ഈ മഹാന്മാരാണ്, ചെറിയവരല്ല വലിയവരാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നിങ്ങൾ കണ്ടിട്ടിക്കുവാർ, സൂഫി ചക്രവാളത്തിലെ മഹാനരായ ഗുരു അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ മരണപ്പെട്ടു പോയി. അല്ലാഹു പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ. വല്ല മഹാനാണ്, വല്ല വലിയാണ്, വല്ല സൂഫിയാണ്. പല തരീഖത്തുകളുടെയും വല്ല ആത്മീയ മുറബിയായ മുർഷിദായ ശൈഖായിരുന്നു. എല്ലാത്തിനേക്കാളുപരി ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വം നൽകിയ മഹാനാണ് അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. തന്റെ പരന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ആശുപത്രിയുണ്ട്. അത്തിപ്പറ്റ ഉസ്താദിന്റെ അപ്പരന്റെ ഇപ്പറ ഒരു ആശുപത്രിയുണ്ട്, ഒരു ജനറൽ ആശുപത്രി. അവിടെ എല്ലാൽമാറും മരുന്നുക വണ്ടാറ്, നടന്നിട്ട് വണ്ടാറ്, വണ്ടിയില് വണ്ടാറ്, കാറില് വണ്ടാറ്, റിക്ഷയില് വണ്ടാറ്, അങ്ങനെ വന്നുകൊണ്ടുള്ള ആശുപത്രി. അതിന്റെ നേരെ അപ്പുറത്തായിട്ടിക്കട് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ പൊര. ജീവിക്കുമ്പോ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ പുരയിൽ ഇരിക്കുമ്പോ തന്റെ മക്കളോട്, ഭാര്യയോട്, വേണ്ടപ്പെട്ടവരോട് വിളിച്ചിട്ട് പറഞ്ഞെന്തറിയോ, പൊന്നുമക്കള്, അത്തിപ്പറ്റ ഉസ്താദിന്റെ പുരക്ക് കമ്പൗണ്ട് ഉണ്ട്, ഗേറ്റില്ല, ഗേറ്റ് വെച്ചിട്ടാ, അതല്ലെങ്കിൽ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് അടക്കലില്ല, ഗേറ്റ് വെച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. കമ്പൗണ്ട് ഉണ്ട്. തന്റെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും വിളിച്ചിട്ട് ഉപദേശിച്ചത് എന്തറിയാ, മക്കള്, ഞാൻ മരിക്കുന്നത് വരെ ഞങ്ങളെ കമ്പൗണ്ടിന് ഗേറ്റ് വെക്കണ്ട, ഗേറ്റ് വേണ്ട. കാരണം എന്തറിയോ, ആശുപത്രിക്ക് രോഗികളുമായി വരുന്ന ജനങ്ങള് അവരുടെ സൗകര്യത്തിന് വേണ്ടി വണ്ടി ടർൺ ചെയ്യാന്, വണ്ടി തിരിക്കാന്, വണ്ടി പാർക്കാക്കാൻ ഞങ്ങളെ കമ്പൗണ്ടിലേക്ക് കയറുന്നുണ്ട്. പല രോഗികളും പല നിലക്കും പല വണ്ടിയിലും വരുമ്പോ അവർക്കൊരു സൗകര്യമാണ് മോനെ. അതുകൊണ്ട് ഗേറ്റ് വെച്ചിറണ്ട. തിരിക്കുന്നവർ വണ്ടി തിരിക്കട്ടെ, ടർണാക്കുന്നവർ വണ്ടി ടർണടിക്കട്ടെ, പാർക്ക് ചെയ്യുന്നവർ വണ്ടി പാർക്ക് ചെയ്യട്ടെ എന്ന് ലോകത്തിന് വലിയ മാനുഷികമായ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് സമസ്തക്ക് ഇന്നലെ നേതൃത്വം നൽകി വിട പറഞ്ഞു പോയ അത്തിപ്പറ്റ ഉസ്താദ്. ഞങ്ങീല് വലിയ പാടോ ഇല്ലേ? ഇല്ലേ? ഇത് കേക്കണോ? ആയാ തങ്ങ വന്ന നക്ക് കടുപിടിയില്ല, എല്ലാം നിങ്ങൾ ചൊല്ല പോലെ. നക്ക് കടുപിടി ഒന്നുമില്ല. നാണ് സ്പീഡാക്കിയ, നാണ് അമ്പർപ്പാക്കിയ, നാണ് കടുപിടിയാക്കിയ നിങ്ങൾ ചൊല്ലുകേ നാണ് എപ്പമാ വന്നത്. അതെ അതെ അതെ, ഞാൻ നിങ്ങളെ വിഷയം ഞങ്ങൾക്കൊപ്പില്ല. നക്ക് കടുപിടിയില്ല, നിങ്ങൾ എങ്ങനെ ചൊല്ലാറവിടെ നിന്നാണ്. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. നിങ്ങൊന്ന് ആലോചിച്ചോക്കെ, സ്വന്തം പുരക്ക് ഗേറ്റ് വരെ വെക്കാൻ പറ്റില്ല. എന്റെ പൈസ ഇല്ലാത്ത കൊണ്ടല്ല, അള്ളയില് വലിയ വലിയ സ്കൂളും വാനും ബസ്സും എല്ലാം ഉണ്ടായ ആള് ദുഡുണ്ടോ, മണികണ്ഠോ ഉള്ള ഇല്ലാത്ത ആളുണ്ടോ അല്ല. എന്നിട്ട് പോലും ഗേറ്റ് വെക്കാത്തന്റെ ആൾമാർക്ക് ബുദ്ധിമുട്ട്. ഞങ്ങ കമ്പൗണ്ട് ഒരു സാൽ കെട്ടിയ മോശമില്ല, ഗേറ്റ് ബെൽറ്റ് വെച്ചത്.
കമ്പൗണ്ട് ഒരു സാളി ചെത്തക്കല്ലി, ഗേറ്റ് 1.5 ഗേറ്റ് 80,000 രൂപ. ബന്ദ് 3 ലോക്ക് മാത്രല്ല, പാടെ ഒരു ബോർഡും. നിങ്ങൾ ചിരിക്കുമ്പോ ഡൗട്ട് ഉണ്ട്, ഉടമ വെച്ചാണല്ലേ ബോർഡ്. ആ മഹാന്മാരോടാണ് ഞങ്ങൾ ചേരേണ്ടത്, ആ മഹാന്മാരെയാണ് വിരിശം വെക്കേണ്ടത്, അവരെ മേലെയാണ് ഫാത്തിഹ ഓതേണ്ടത്. ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് എല്ലാം കൊണ്ട് സുന്ദരമായ നിലക്ക് തൗഹീദിന്റെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറഞ്ഞു പോയ മഹാന്മാരാണ് സമസ്തയുടെ ആലിമീങ്ങള്. ഒരാള് നല്ല ആളാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അയാളെ മരണം നോക്കിയിട്ട് അയാള് ചെയ്ത കർമ്മങ്ങള്, കാര്യങ്ങള്, അയാളെ വിശ്വാസങ്ങൾ അത് നല്ലതായിരുന്നു, അല്ല പൊരുത്തപ്പെട്ടതായിരുന്നു, അല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു, അയാൾ ജീവിച്ച റൂട്ട് കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അയാളെ ഡ്രസ് കോഡ് കണ്ടിട്ടല്ല, അയാളെ ജനബംഗാവള് കണ്ടിട്ടല്ല, അയാളെ ജനബമ്പള കണ്ടിട്ടല്ല, അയാളെ നാവിന്റെ പവർ കണ്ടിട്ടല്ല, മറിച്ച് അയാളെ മരണം കണ്ടിട്ട് അയാള് ജീവിച്ച റൂട്ട് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തമൂതൂന കമാ തഈശൂൻ വതുശറൂന കമാ തമൂതൂൻ. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞല്ല, തമൂതൂന കമാ തഈശൂൻ. എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മരണം. മഹാനരായ ശൈഖുനാ വലിയുള്ളാഹി കോയക്കുട്ടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്നു, വലിയ സൂഫിയായിരുന്നു, തികഞ്ഞ പണ്ഡിതനായിരുന്നു, ായിരുന്നു, 85 വർഷത്തിലേറെ ജീവിച്ച മഹാനായിരുന്നു. ആ ജീവിത കാലയളവിന്റെ ഉള്ളില് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നിട്ട് പോലും 50 പൈസ പോലും കടമേങ്ങിയിട്ടില്ല, കടപാട് നടത്തിയിട്ടില്ല. എന്നാലോചിച്ചോക്ക്, അത്ര കണ്ട് ജാഗ്രത പാലിച്ചവരാണ് ഈ ലോകത്തോട് വിട പറയുമ്പോ. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 100 വട്ടമല്ല, 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരായിരുന്നു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. തന്റെ ശൈഖായിരുന്ന ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കൊടുത്ത ദിക്റിന്റെ മജ്ലിസിന് നേതൃത്വം കൊടുത്ത് നിങ്ങളെ പോലത്തെ കുറെ വിശ്വാസികളുള്ള ജാഗ, മക്കളും കുടുംബക്കാരും എല്ലാവരും ഒത്തുകൂടിയ മജ്ലിസ്, അവിടെ ദിക്ർ ചൊല്ലി ചൊല്ലി ചൊല്ലിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 100ലേറെ തവണ പറഞ്ഞിട്ട് ആ മജ്ലിസ് പിരിയുന്നതിന്റെ ഇടയില് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനരായ അമരക്കാരനായിരുന്ന വലിയുള്ളാഹി തഖിയുദ്ദീൻ സി കോയക്കുട്ടി മുസ്ലിയാർ, ആനക്കര കോയക്കുട്ടി ഉസ്താദ്. എന്തൊരു മരണമാ! ഇപ്പൊ അടുത്ത കാലത്ത് ഞങ്ങൾ മരിച്ചുപോയ ആളാണല്ലോ മഹാനരായ ശൈഖുനാ യുഎം ഉസ്താദ് മുഗറാൽ, ഞങ്ങളെ നാട്ടുകാരൻ. മഹാനരായ ശൈഖുനാ യുഎം ഉസ്താദ് യുഎം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, സമസ്തയുടെ സീനിയർ ഉപാധ്യക്ഷരാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേന്ന്? ബഹുമാനപ്പെട്ട ശൈഖുനാ ഞങ്ങളെ എല്ലാമായിരുന്ന ഖാസിം ഉസ്താദിന്റെയും ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട യുഎം ഉസ്താദ്. കുറച്ചു കാലം ഖാസിം ഉസ്താദിനെ അറിയാലേ? അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മൂസോടി അറഫാന്റെ നോമ്പ് നോക്കിയിട്ട് മൂസോടി കടപ്പുറത്തുള്ള ഉപ്പളത്തുള്ള മൂസോടി കടപ്പുറ അവിടെയുള്ള ബാബ
ഫഖ്റുദ്ദീൻ വലിയുള്ളാഹി തങ്ങളെ മഖാം സിയാറത്ത് ചെയ്ത് നോമ്പ് പിടിച്ച് അറഫാന്റെ നോമ്പ് പിടിച്ചിട്ട് സിയാറത്ത് ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആരുന്നിട്ട് കാറിൽ ദയിച്ചിട്ട് തസ്ബിന്റെ മാലിൽ ഇങ്ങനെ ദിക്റെടുത്തോണ്ടിരിക്കുമ്പോ ലോകത്തോട് വിട പറഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായിരുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ സമുന്നതരായ സെക്രട്ടറി ആയിരുന്ന നിങ്ങളെ കർണാടക മൂടികേരയിലെ ഖാദിയായിരുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന മഹൽ സ്ഥാപനത്തിന്റെ സ്ഥാപകനായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവായിരുന്ന ശൈഖുനാ ഖാസിം ഉസ്താദ് എന്തു മരണ. നാളെ അറഫ നോമ്പ് തുറക്കുന്നത് സ്വർഗലോകത്താണ്. ഹബീബായ നബി തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ വെള്ളം വാങ്ങി കുടിച്ചിട്ട് അവിടെ നോമ്പ് തുറക്കും കേട്ടോ. എത്ര സുന്ദരമായിരുന്നു ആ മരണ. അവർ അവരുടെ വഴിപടച്ചിട്ടില്ല, അവരുടെ റൂട്ട് തെറ്റിയിട്ടില്ല, അവരുടെ ആശയ വ്യത്യാസങ്ങളിൽ അവരുടെ ആശയം തെറ്റിയിട്ടില്ല, അവരുടെ ആദർശ തെറ്റിയിട്ടില്ല, അവരുടെ നൂതനവാദ അല്ല, പുത്തൻവാദമല്ല, അവരുടെ വാദ അല്ല പൊരുത്തപ്പെട്ട വാദമാണെന്നതിന്റെ തെളിവാണ് അവരുടെ മരണോ. ദിവസങ്ങളോളം മിണ്ടാതിരുന്ന ശൈഖുനാ യുഎം ഉസ്താദ് കോമാവസ്ഥയിലായിരുന്നു. ഒരാളോടും മിണ്ടാട്ടമില്ല, കണ്ണ് തുറക്കുന്നില്ല. ആശുപത്രിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടു. മുഗ്രാലിലെ വീട്ടില്, ചരിത്രമുള്ള മുഗ്രാലിന്റെ മണ്ണിലുള്ള തന്റെ വീട്ടിലേക്ക് അവിടെ ആ മഹാനരെ കൊണ്ടുവന്നു. അവിടെ മരണക്കിടക്കയിലാണ്, ബോധമില്ല, കോമാവസ്ഥയിലാണ്, അറ്റമില്ല, അനക്കമില്ല, കണ്ണെല്ലാം അടച്ചിട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള മഹാൻ മരിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുന്നേ കണ്ണു തുറന്നു. സംസം കുടിച്ചോ എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 വട്ടം ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച ഇങ്ങ് വന്നിട്ടില്ലേ മരിച്ചെന്ന്? ഒരു ഫാത്തിഹല്ലോ ഓതണേ നമുക്ക്. അള്ളാഹു ഞങ്ങളെ മഹാന്മാർക്ക് ശംസുൽ മതങ്ങൾ കണ്ണിയത്തോ മഹാനരായ മുല്ലക്കോയ തങ്ങൾ യുഎം ഉസ്താദിന്, ഖാസിം ഉസ്താദിന്, ഞങ്ങളെ സമസ്തയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് തങ്ങന്മാരുണ്ട്, ഒരുപാട് ആജിമാരുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, ഒരുപാട് നിങ്ങളെപ്പോലത്തെ പിരിശപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്, ഒരുപാട് ബാല്യക്കാരുണ്ട്, ഒരുപാട് മുഹിബീങ്ങളുണ്ട്. സമസ്തയുടെ എല്ലാ കാര്യത്തിനും വേണ്ടി സഹായിച്ചും സഹകരിച്ചും കൊടുത്തിട്ടും എല്ലാ നിലക്കും സമസ്തന്റെ കൂടെ നിന്ന ഉമ്മപങ്ങന്മാരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരിലേക്കും മഹാനരായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ പോലത്തോറൊക്കെ അൽ ഫാത്തിഹ. എല്ലാവർക്കും വേണ്ടിയിട്ട് അൽ ഫാത്തിഹ. മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മാനെയും ബാപ്പാനെയും എല്ലാം കരുതിക്കോളി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. എല്ലാവരും ഓതി, ഒന്നിച്ചു ഒട്ടിക്ക് ഓതോറൂ, ഒന്നിച്ചിട്ട് ഓതോറൂ, എല്ലാരും മനസ്സിൽ കരുതോറൂ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ കൂലി അല്ലാഹു അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ പരലോക ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദും ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു ആ മഹാന്മാരോടൊപ്പം ജീവിച്ച് മരിക്കാൻ, അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.